ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. സൂര്യൻ നവംബർ മാസത്തിൽ തുലാം, വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നവംബർ 16 വരെ തുലാം രാശിയിലും 17 മുതൽ 30 വരെ വൃശ്ചികൻ രാശിയിലുമായി നിൽക്കുന്നു. കുജൻ ഒക്ടോബർ 27 വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു. ഡിസംബർ 6 വരെ അവിടെ സ്ഥിതി ചെയ്യും. ബുധൻ ഒക്ടോബർ 24 വൃശ്ചികത്തിലേക്ക് രാശി മാറി. വ്യാഴം ഒക്ടോബർ 18 കർക്കിടകത്തിലേക്ക് രാശി മാറി. ഡിസംബർ 5 തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും. ശുക്രൻ നവംബർ 25 വരെ തുലാം രാശിയിലും ശേഷം വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യും. കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമായി സ്ഥിതി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. കുംഭൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അവിട്ടമര, ചതയം, പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. സൂര്യൻ കുംഭൻ രാശിയുടെ 7ാം ഭാവാധിപനാണ്. നവംബർ മാസത്തിൽ സൂര്യൻ കുംഭൻ രാശിയുടെ ഭാഗ്യകർമ്മഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നവംബർ 16 തീയതി വരെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അപവാദം കേൾക്കാൻ ഇടവരുത്താം. വരവ് കുറവും ചിലവ് കൂടുതലുമായിരിക്കും ഈ സമയത്ത്. ബന്ധുക്കളിൽ നിന്ന് അകൽച്ച സംഭവിക്കാം. അത് നിമിത്തം മനസ്സുഖം കുറയാം. ഈ സമയത്ത് മക്കൾക്കോ പിതാവിനോ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം. എന്നാൽ നവംബർ 16 ശേഷം 10ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ആരോഗ്യപുഷ്ടിയും സാമ്പത്തിക നേട്ടങ്ങളും സന്തോഷവും നൽകും. കർമ്മരംഗത്ത് ഉയർച്ചയും ആധികാരികളുടെ പ്രീതിയും ലഭിക്കും. ആഗ്രഹിക്കുന്ന തൊഴിൽ ചെയ്യാനുള്ള അവസരം കൂടിയാണിത്. കൂടാതെ 10ാം ഭാവാധിപനായ ചൊവ്വ ബലവാനായി 10ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു. ഇത് ആത്മധൈര്യത്തോടും ഉത്സാഹത്തോടും തൊഴിൽ സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്നു. കൂടാതെ 10ാം ഭാവത്തിലേക്ക് ഉച്ചനായ വ്യാഴത്തിൻ്റെ വീക്ഷണവുമുണ്ട്. വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ഈ യോഗം എല്ലാ തുറകളിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. പോലീസ്, മിലിറ്ററി എന്നീ വകുപ്പുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അധികാരം, പദവി എന്നിവ വർദ്ധിക്കും. സൂര്യൻ 7ാം ഭാവാധിപൻ കൂടിയാണ്. ആയതിനാൽ മാസത്തിൻ്റെ 2ാം പകുതി ബിസിനസ്സുകാർക്ക് വളരെ മെച്ചമായിരിക്കും. 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ഇതിനെല്ലാം അനുകൂലത നൽകുന്നു. 11ാം ഭാവാധിപനായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും പതിക്കുന്നു. ഇത് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലത നൽകും. വ്യാഴം 6ാം ഭാവത്തിൽ നിന്ന് ഉച്ചനായി 2ാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നതിനാൽ ബിസിനസ് പരമായ കേസുകളിൽ നിന്നും വിജയമുണ്ടാകും. അതിൽ നിന്ന് ധനം കയ്യിൽ വരികയും ചെയ്യും. കൂടാതെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാതെ കിടന്ന പണവും ഈ സമയത്ത് ലഭിക്കും. 5ാം ഭാവാധിപനായ ബുധൻ ഒക്ടോബർ 24 10ാം ഭാവത്തിലേക്ക് രാശി മാറി. നവംബർ 23 വരെ അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലമാണ് നൽകുന്നത്. നവംബർ 16 ശേഷം ബുധരവി നിപുണയോഗം സംഭവിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് അതിശ്രേഷ്ഠമായ അനുഭവങ്ങൾ നൽകും. മത്സരങ്ങളിൽ വിജയം ഉറപ്പാണ്. ഏത് കാര്യങ്ങൾക്കും നൈപുണ്യം വർദ്ധിക്കും. ചൊവ്വയുടെ യോഗം അവിടെ വരുന്നതിനാൽ വിദ്യാർത്ഥികൾ സഹപ്രവർത്തകരോട് രമ്യതയിൽ പെരുമാറാൻ ശ്രമിക്കണം. ചൊവ്വ രാശ്യാധിപനായതുകൊണ്ടും വ്യാഴത്തിൻ്റെ വീക്ഷണമുള്ളതുകൊണ്ടും പ്രശ്നങ്ങളെല്ലാം സോൾവായി പോകും. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും അനുകൂലം. ശുക്രനെ നീചനായ രവിയുമായി ബന്ധമുള്ളതുകൊണ്ട് പങ്കാളികൾ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണം. വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ 2ാം പകുതിയിൽ തീരുമാനങ്ങൾ എടുക്കാം. പങ്കാളിയുടെ സ്വഭാവത്തെപ്പറ്റി നല്ലവണ്ണം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. 5ാം ഭാവാധിപൻ 10ൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തൊഴിൽ സ്ഥലത്തു നിന്നുള്ള വിവാഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 6ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിലും 10ാം ഭാവത്തിലും 12ാം ഭാവത്തിലും വീക്ഷിക്കുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കുകയും കുടുംബസ്വത്ത് ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നു. കർമ്മരംഗത്ത് ഉയർച്ചയും സമാധാനവും നിലനിൽക്കുന്നു. പ്രൊമോഷനുകൾ ലഭിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു.
കൂടാതെ നിങ്ങളുടെ അനാവശ്യ ചിലവുകളെ നിയന്ത്രിച്ച് ചിലവുകൾ പ്രയോജനപ്രദമാക്കുന്നു. 9ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ നവംബർ 26 വരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരികയും ആർഭാട ജീവിതത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും പ്രതികൂല ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇവ ശാരീരിക ക്ലേശങ്ങളെയും കുടുംബ കലഹത്തെയുമാണ് ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കണം. ദമ്പതികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 10ലെ ബുധൻ ജോലിസ്ഥലത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തും. സ്ഥാനമാനങ്ങളും പ്രശംസയും ലഭിക്കും. പുതിയ ആളുകളുമായി പരിചയപ്പെടാൻ കഴിയും. എഴുത്തു തൊഴിലാളികൾക്ക് നല്ല വരുമാനം ഈ സമയത്ത് ലഭിക്കും. മേലധികാരികളുടെ പ്രീതിയും ലഭിക്കും. അവസാനം ബുധൻ വക്രാവസ്ഥയിലേക്ക് സഞ്ചരിക്കുമ്പോൾ സംസാരത്തിൽ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് 7ര ശനിയുടെ സമയമാണ്. ശനിയുടെ 3ാം ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒക്ടോബർ 18 മുതൽ ശനിയെ ഉച്ചനായ വ്യാഴം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ശനിദോഷത്തിന് കുറച്ച് കുറവ് വരും. എങ്കിലും ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം കൂടി നടത്തണം. കൂടാതെ രാഹുവിനെയും കേതുവിനെയും പ്രീതിപ്പെടുത്തണം. അതിനുവേണ്ടി ഗണപതി ഹോമവും ആയില്യപൂജയും നടത്തുക. നിത്യവും അയ്യപ്പ ഭഗവാന്റെയും ശിവഭഗവാന്റെയും കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക. ദോഷകാരികളായ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റി ഗുണഫലങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ നവംബർ മാസം നിങ്ങൾക്ക് സന്തോഷപ്രദമായി തീർക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.